നമസ്കാരം. ഒരു ഇരയുടെ നിലവിളിയേക്കാൾ വേട്ടക്കാരന്റെ ക്രൂരതയെ ആഘോഷിക്കുന്നവർ മനുഷ്യരൂപം പൂണ്ട വെറും മൃഗമാണ്. രാഹുലിന് വേണ്ടി ഫെന്നി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സ്ക്രീൻഷോട്ടുകൾ തകർന്നടിയുമ്പോൾ വേട്ടക്കാരെ പുകഴ്ത്തുന്നവർ വളരുന്നത് മറ്റൊരു വേട്ടക്കാരനായാണെന്ന് പണ്ടാരോ പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. അതിജീവിതമാരോടാണ് പറയാനുള്ളത്, നിശബ്ദയാകരുത്. നിന്റെ ശബ്ദമാണ് നാളെയുടെ നീതി. നീ ഇരയല്ല, നീ ഒരു അതിജീവിതയാണ്. ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന അഗ്നിച്ചിറകുള്ള പക്ഷിയാണ് നീ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് വാർത്തയിലേക്ക്. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ പാലക്കാട് MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ സുഹൃത്തുമായിട്ടുള്ള ഫെന്നി നൈനാൻ അതിജീവിതയെ അപമാനിക്കുക എന്ന ലക്ഷ്യം വെച്ച് ചില ചാറ്റുകൾ ഇന്നലെ പുറത്തുവിട്ട കാഴ്ച നമ്മളെല്ലാവരും കണ്ടു. അത് മുഴുവൻ വായിച്ചാൽ അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തെയാണോ ബലാത്സംഗം ചെയ്തതെന്ന് ആർക്കെങ്കിലും തോന്നിയാലും തെറ്റു പറയാൻ പറ്റില്ല. കാരണം അത്തരത്തിലാണ് രാഹുലേട്ടന്റെ സ്വന്തം ഫെന്നി ആ കഥ ആ സ്ക്രീൻഷോട്ടിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അക്കിനി വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെ സംഭവിച്ചത്. രാഹുലിനോട് SIT പരാതിക്കാരിയെ അറിയുമോ, അതിജീവിതയെ അറിയുമോ എന്നൊക്കെ തലങ്ങനും വിലങ്ങനും ഒക്കെ നിന്ന് ചോദ്യം ചോദിക്കുന്നതിനിടെ കൊന്നാലും പറയില്ലടാ എന്ന് ശപഥമെടുത്ത് ജയിലിൽ അന്വേഷണ സംഘത്തിന് നേരെ ഒരു സൈക്കോപാത്ത് ചിരിയൊക്കെ തൂകി ഇരിക്കുന്ന സമയത്താണ് സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞ് ഫെന്നിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതോടെ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു കേട്ടോ. ഒന്ന്, രാഹുലും അതിജീവിതയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ആ പോസ്റ്റ് വായിച്ചവർക്കൊക്കെ തന്നെ മനസ്സിലായി. നീ നല്ല പണിയാണല്ലോടാ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തത് എന്ന് ആ പോസ്റ്റ് കണ്ട പലരും തന്നെ മനസ്സിനുള്ളിൽ പറഞ്ഞു കാണും. ഫെന്നി ഇട്ട സ്ക്രീൻഷോട്ട് ഈ കേസിൽ SITക്ക് ഇനി തെളിവായി സ്വീകരിക്കാൻ പറ്റും. ഇത് ഡിജിറ്റൽ തെളിവായി കോടതിയിൽ അവതരിപ്പിക്കാനും കഴിയും. രാഹുൽ പെടും അല്ല, രാഹുൽ പെട്ടു. രാഹുൽ ഈ അതിജീവിതയുമായി ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് ഏകദേശമൊക്കെ തെളിയിക്കാൻ കഴിയുന്ന ഒരു സ്ക്രീൻഷോട്ടാണ് പുറത്തു വന്നത്. മാത്രവുമല്ല, അതിജീവിതയെ ഫെന്നി പ്രകോപിപ്പിച്ചതും വലിയ ഒരു പണിയായി മാറി രാഹുൽ മാങ്കൂട്ടത്തിന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇരുളടഞ്ഞ വഴികളിൽ തളച്ചിടാൻ നോക്കിയവർക്ക് മുമ്പിൽ കത്തിയെരിയുന്ന സൂര്യനെ പോലെ അവൾ ഉദിച്ചുയർന്നു. അതെ, അതിജീവിത സ്ക്രീൻഷോട്ട് വ്യാജനടിയും പൊളിച്ചടക്കി ഫെന്നിയെയും പൊളിച്ചടക്കി ഇന്ന് രംഗത്ത് വന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു. വ്യാജ തിരിച്ചറിയലൊക്കെ ഇറക്കി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനമൊക്കെ ഒപ്പിച്ചു കൊടുത്ത പോലെ ഇതത്ര ഈസി അല്ലാന്ന് ഫെന്നിക്കും ഇപ്പൊ മിക്കവാറും ഒക്കെ മനസ്സിലായി കാണും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി ഉന്നയിച്ച മൂന്നാമത്തെ യുവതിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫെന്നി നൈനാനെതിരെ അതിജീവിത മാധ്യമങ്ങൾക്ക് നൽകിയ ശബ്ദ സന്ദേശത്തിലൂടെ ആരോപണം നിഷേധിക്കുക മാത്രമല്ല ഇന്ന് ചെയ്യുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച് നിശബ്ദയാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇപ്പോഴത്തെ നീക്കമെന്ന് കൂടി പറയുന്ന ആ ഒരു കാര്യം നമ്മൾ കണ്ടു അല്ലെ. തന്റെ പരാതി തെറ്റാണെന്ന് തെളിയിക്കാൻ ഫെന്നി നൈനാൻ പങ്കുവച്ച വാട്സാപ്പ് ചാറ്റുകൾ വാലും തലയും ഇല്ലാത്തവയാണ് എന്നുകൂടി അതിജീവിത പറഞ്ഞു. തനിക്കുണ്ടായ സാഹചര്യവും മറ്റ് സംഭവങ്ങളെയും കുറിച്ച് രാഹുലിനോട് പേഴ്സണലായി സംസാരിക്കാൻ സാഹചര്യം വേണം എന്നാണ് ആവശ്യപ്പെട്ടത് എന്നാണ് ഇന്ന് അതിജീവിത പറഞ്ഞത്. അതായത് ഇന്നലെ ഫെന്നി ഉന്നയിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി അതിജീവിത പറഞ്ഞ് കൂടുതൽ രാഹുലിനെ ഫെന്നിയായിട്ട് തന്നെ ഇപ്പൊ അകത്താക്കിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളാണ് ഫെന്നിയുമായി സംസാരിച്ചത് എന്ന കാര്യങ്ങൾ കൂടി അതിജീവിത പറയുന്നുണ്ട്. താൻ തനിച്ചല്ല വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും കാണണമെന്ന് പറയുന്ന ഭാഗം മാത്രം പുറത്തുവിട്ട് തന്നെ അപകീർത്തിപ്പെടുത്താനാണ് ഫെന്നി ശ്രമിച്ചത് എന്നും കൂടി യുവതി ഇന്ന് ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കി. ഇതോടെ ഫെന്നിയുടെ പങ്കും അന്വേഷിക്കണം എന്ന് തന്നെയാണ് പറയേണ്ടത്. ആ അന്വേഷിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ആലോചിച്ചു. അതായത് ആ അതിജീവിതയെ വീണ്ടും വീണ്ടും ഏതൊക്കെ രീതിയിൽ ആക്രമിക്കാനും അപമാനിക്കാനും ആക്ഷേപിക്കാനും ഒക്കെയാണ് ഈ അശ്ലീലങ്ങൾ ഓരോ രീതിയിലുള്ള വിദ്യകൾ ഒപ്പിക്കുന്നതെന്നൊന്ന് നോക്കൂ. ഞാൻ ഇന്നലെ ഈ പോസ്റ്റ് കണ്ടപ്പോഴേ നിങ്ങളോട് പറഞ്ഞിരുന്നു, എന്റെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു, ഇത് വാലും തലയും ഇല്ലാത്ത മനഃപൂർവ്വം കേസിൽ നിന്ന് ജനശ്രദ്ധ അതിജീവിതയിലേക്ക് തിരിച്ചുവിട്ട് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനുള്ള ഫെന്നിയുടെ ശ്രമമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും ഫെന്നി നൈനാനെതിരെ രാഹുലിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിച്ചതിന് സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ പരാതിയിലും രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിലും ഫെന്നി നൈനാന്റെ പേര് പരാമർശിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച വിവരവും താൻ ഗർഭിണിയാണെന്ന വിവരവും ഫെന്നി നൈനാന് അറിയാമായിരുന്നുവെന്ന് മൂന്നാമത്തെ പരാതിക്കാരിയുടെ മൊഴിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോം സ്റ്റേയിൽ എത്തിച്ച് തന്നെ പീഡിപ്പിച്ചെന്നും അവിടേക്ക് കൊണ്ടുപോകാനായി വന്ന രാഹുലിനൊപ്പം സുഹൃത്തായ ഫെന്നി നൈനാൻ ഉണ്ടായിരുന്നുവെന്നും കാർ ഓടിച്ചത് ഫെന്നി ആയിരുന്നുവെന്നും ഒക്കെ രണ്ടാമത്തെ അതിജീവിത പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇട്ട FIR-ൽ തന്നെ ഫെന്നിക്കെതിരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഫെന്നി അശ്ലീല പരാമർശം നടത്തിയെന്ന് FIR-ൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിജീവിതയുടെ സ്ത്രീത്വത്തിന് അപമാനം ഉളവാക്കിയെന്നും പരാമർശമുണ്ട്. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്ന കുറ്റവും ഫെന്നിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ച വകുപ്പും കേസിൽ ചുമത്തിയിട്ടുണ്ട്. അതായത് കേസ് ഇപ്പൊ തിരുവനന്തപുരം സൈബർ പോലീസ് പത്തനംതിട്ട സൈബർ പോലീസിന് കൈമാറി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നാലെ എന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ഭീഷണി മുഴക്കി നടന്ന ഫെന്നി നൈനാൻ ഇപ്പോ മാങ്കൂട്ടത്തിനൊപ്പം അറസ്റ്റിലാകുമോ എന്ന് ഭയന്ന് ഇരവാദം മുഴക്കി
സ്വയം വെള്ളം പൂശാൻ യൂട്ടേൺ അടിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുകൂടി ഞാനൊന്ന് വായിക്കാം. എനിക്കെതിരെ പത്തനംതിട്ട സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നു. പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അശ്ലീല ചുവയുള്ള സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് കേസ്. ജാമ്യമില്ലാത്ത വകുപ്പുകളും എഫ്ഐആറിൽ ഉണ്ട്. എന്റെ പോസ്റ്റുകൾ വായിച്ചവർക്ക് മനസ്സിലാകും ഞാൻ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയോ അവരെ പറ്റി അശ്ലീല പരാമർശം നടത്തുകയോ ചെയ്തിട്ടില്ല എന്ന്. കേസ് വന്നതുകൊണ്ട് പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് രാഷ്ട്രീയ വേട്ടയാടലാണ്. ഇന്നലെ ഞാനിട്ട പോസ്റ്റിൽ പരാമർശിച്ചതുപോലെ കേസിനെ നേരിടും. ജാമ്യത്തിനായി കോടതിയെ സമീപിക്കും. എഫ്ഐആറിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കും. തലയും വാലുമില്ലാത്ത ചാറ്റുകളല്ല ഞാൻ പുറത്തുവിട്ടത്. അവരുമായി ആദ്യം മുതൽ സംസാരിക്കുന്ന ചാറ്റുകൾ കൈവശമുണ്ട്. അതെല്ലാം ശാസ്തമംഗലം അജിത് സാർ, അഡ്വക്കേറ്റ് ശേഖർ സാർ എന്നിവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് ഇത് വാലും തലയും ഇല്ലാത്ത പോസ്റ്റാണ് എന്ന് അതിജീവിത പറഞ്ഞത് ഇയാൾ തന്നെ സമ്മതിച്ചിരിക്കുന്നു. എന്താണ് പറഞ്ഞത്? കൂടുതൽ കാര്യങ്ങൾ, അതായത് അദ്ദേഹം പറയാണ് അതെല്ലാം, അതായത് ഈ ആദ്യം മുതലുള്ള ചാറ്റുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, വക്കീലിനായി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിജീവിത പറഞ്ഞത് ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞു. ഇനി ചാനലിൽ ഇന്ന് പരാതിക്കാരി പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിൽ എന്നോട് സ്നേഹത്തോടെ പറഞ്ഞതുപോലെ ഫെന്നി നൈനാൻ പേടിച്ചിട്ടുമില്ല പിന്നോട്ടുമില്ല. അത് ഈ പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ, ഒട്ടും പേടിച്ചിട്ടില്ല എന്ന് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഫെന്നി നൈനാന് പണി പാളി എന്ന് മനസ്സിലായി. രാഹുൽ മാങ്കൂട്ടത്തിനെയും അടാറ് കുഴിയിലേക്കാണ് ഫെന്നി നൈനാൻ ഇറക്കിയിട്ടുള്ളത്. എന്തായാലും നീതിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ കഴിഞ്ഞില്ലെങ്കിലും നീതികേടിനെ വെള്ളപൂശാൻ ശ്രമിക്കാതിരിക്കുക എന്ന് മാത്രമാണ് ഫെന്നിയോട് പറയാനുള്ളത്. എന്തായാലും ഫെന്നി നൈനാൻ എന്ന് പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലങ്കൈ എന്തിനാണ് ഇങ്ങനെ കിടന്ന് പരവശപ്പെടുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിനെ വെള്ളപൂശി രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു വിശുദ്ധന്റെ കുപ്പായം അണിയിക്കാൻ വേണ്ടി ഏറ്റവും വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാണ്? ഫെന്നി നൈനാനാണ്. ആ കേസിൽ പോലീസ് അന്വേഷിച്ച് എന്താണെന്നുള്ള സത്യം പുറത്തു വരട്ടെ എന്ന് പോലും ആ ചെറുപ്പക്കാരൻ പറയുന്നില്ല എന്നുള്ളതാണ്. അവൾക്കൊപ്പം എന്നല്ല, വേട്ടക്കാരനൊപ്പം എന്നൊരു ഒരു ലൈനിലാണ് മൂപ്പര് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ലല്ലോ, നോക്കൂ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളിലും രാഹുൽ മാങ്കൂട്ടം ഇതുവരെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല. അതായത് ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം പറയാത്ത? എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അപ്പോ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി തനിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ നിഷേധിക്കാതിരിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ നിഷേധിക്കാത്ത സാഹചര്യത്തിലാണ് ഫെന്നി നൈനാൻ ഇത് ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും എന്താണ് ഇങ്ങനെ ഇദ്ദേഹം ഈ പോസ്റ്റ് ഇടുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇന്നലെ സ്ക്രീൻഷോട്ട് ഇട്ട് ഈ അതിജീവിതയെ ഈ സൈബർ വെട്ടുക്കിളികൾക്ക് ഫെന്നി നൈനാൻ പിടിച്ചു കൊടുക്കുകയായിരുന്നു. കൂടുതൽ ആളുകൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് ഈ അതിജീവിത ഇന്നും പറഞ്ഞ കാഴ്ച നമ്മൾ കണ്ടല്ലോ. അപ്പൊ കൂടുതൽ ആളുകൾ വരാതിരിക്കാൻ വേണ്ടി കൂടുതൽ അതിജീവിതമാർ രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ നേരിടും എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു സാമ്പിൾ വെട്ടിക്കെട്ടാണ് ഫെന്നി നൈനാൻ ഇന്നലെ നടത്തിയത്. പക്ഷെ ഇപ്പൊ ഫെന്നിയും പെട്ടു, ഫെന്നിയുടെ ആശാനും പെട്ടു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫോണും ലാപ്ടോപ്പും ഒക്കെ പരിശോധിച്ച് അതിനകത്ത് എന്തൊക്കെയുണ്ട്, ഇനി കൂടുതൽ ആളുകൾക്ക് ഇത്തരം ഈ നമ്മുടെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ബന്ധങ്ങളുണ്ടോ, ആരൊക്കെ വളവിട്ട് കൊടുത്തിട്ടുണ്ട്, ആരൊക്കെ ഇതിന് ചൂട്ടുപിടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ പുറത്തു വരുമായിരിക്കും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിരി, ആ ചിരിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് എന്നെ ആരെങ്കിലും വെട്ടാൻ നോക്കിയാൽ കൂട്ടത്തിലുള്ള എല്ലാവരെയും ഞാൻ വെട്ടും എന്ന് അയാൾ പറയാതെ പറയുന്നുണ്ട്. എന്തായാലും ഷാഫി പറമ്പിലും സതീശനും അടക്കമുള്ള നേതാക്കളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനോട് MLA സ്ഥാനം രാജിവെക്കണമെന്ന് ഈ സമയം വരെ പറയുന്നില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനോട് അത് പറഞ്ഞില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അപകടം UDF സംഭവിക്കുമെന്ന് അറിയാം. എന്നിട്ടും അവർ എന്തുകൊണ്ടായിരിക്കും അത് പറയാത്തത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തായാലും അതിജീവിതയോട് പറയാനുള്ളത്, വീണുപോയ ഇടത്തു നിന്നല്ല, നീ വീണ്ടും നടന്നു തുടങ്ങിയ ഇടത്തു നിന്നാണ് നിന്റെ ചരിത്രം തുടങ്ങുന്നത് എന്നാണ്. വേട്ടക്കാരന്റെ നഖപ്പാടുകളേക്കാൾ ആഴമുണ്ട് നിന്റെ നിശ്ചയദാർഢ്യത്തിന്. നിശബ്ദയാകരുത്, വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, നിന്റെ ശബ്ദമാണ് നാളെയുടെ നീതി.